അനുഗ്രഹീത നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവജന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവജനം കേൾക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തും, ആത്മീയ ജീവിതത്തെ സ്ഥിരപ്പെടുത്തും. ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ദൈവവചനത്തിൻ്റെ കേൾവി അത്യാവശ്യമാണ്. അപ്രകാരം നിങ്ങളെ യേശുക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ഈ ദൈവവചന സന്ദേശം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ നിരാശ പിശാച് കൊണ്ടുവരുന്നതാണ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, വചനം വായിക്കാതിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിരാശയുണ്ടാകും. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്ന, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് നിരാശയല്ല ഉണ്ടാകുന്നത്, പ്രത്യാശയാണ് ഉണ്ടാകുന്നത്. പ്രത്യാശ. നിരാശ പിശാച് കൊണ്ടുവരുമ്പോൾ ദൈവവചനം നൽകുന്ന പ്രത്യാശയാൽ നീ അതിനെ അതിജീവിക്കണം. ഒരുപക്ഷെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരുപാട് നിരാശകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നേക്കാം. പലവിധമാകുന്ന കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചുള്ള നിരാശ ഹൃദയത്തിനകത്തുണ്ട്. അതൊരു പക്ഷേ ഭയമായി മാറുന്നു, ചില സമയങ്ങളിൽ ആശങ്കയായി മാറുന്നു, ചിന്താകുലങ്ങളായി മാറുന്നു, എന്തുമായിക്കോട്ടെ. പക്ഷേ വചനം നൽകുന്ന പ്രത്യാശയിൽ നാം അതിനെ അതിജീവിക്കണം. ദൈവവചനം നൽകുന്ന പ്രത്യാശ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഒരു തവണ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. 8-ാം വാക്യമാണ് വായിച്ചത്. ആസ്യയിൽ അപ്പോസ്തലനായ പൗലോസിനും കൂട്ടർക്കുമുണ്ടായ കഷ്ടം കൊരിന്ത്യ സഭയോട് പറയുകയാണ്. അത് ഞങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങളോട് ആ കഷ്ടത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതായത്, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ താങ്ങാനുള്ള ഒരു ശക്തി നമ്മുടെ അകത്തുണ്ട്. ദൈവം വെച്ചിരിക്കുന്നത് ഒരു വിസ്റ്റാൻഡിങ് പവർ. എന്നാൽ ആസ്യയിലുണ്ടായ കഷ്ടം ഞങ്ങളിലുള്ള ശക്തിക്ക് മീതെ അത് കൂടിപ്പോയി. ആ ഒരു കഷ്ടം ജീവിതത്തിൽ വന്നു കയറിയപ്പോൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആ കഷ്ടത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കൊരു ശക്തിയുണ്ട്. പക്ഷേ ആ ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ശക്തിക്ക് മീതെ ഭാരപ്പെടുന്ന പല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. അകത്തൊരു ശക്തി, ഒരു ബലം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അതിനെ ഓവർകം ചെയ്യത്തക്ക നിലവാരത്തിലുള്ള ഭാരങ്ങൾ, നിരാശകൾ, കഷ്ടതകൾ ജീവിതത്തിൽ വന്നേക്കാം. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അദ്ദേഹം എന്താ ചെയ്തത്? നിരാശ ഉള്ളിൽ വന്നു, മരണത്തെ മുഖാമുഖമായി കണ്ടു. ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. അത് ആ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? ദൈവദാസനെ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മനോവ്യസനം, ആകുലത, എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, അത് രണ്ടാമതൊരാളോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. എനിക്കൊരു പ്രത്യാശ എൻ്റെ ഉള്ളിലില്ല. ശക്തിക്ക് മീതെ ഞാൻ ഭാരപ്പെട്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നതെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഈ മെസ്സേജ് ഇതൂത് നിന്നോടാ. ശക്തിക്ക് മീതെ നീ ഭാരപ്പെടുന്നുണ്ട്. പല കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിനക്കത് താങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്ത ഭാരമാണ് ഹൃദയത്തിനകത്ത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. 9-ാം വാക്യം 2 കൊരിന്ത്യർ 1:8 നമ്മൾ വായിച്ചേ. 9-ാം വാക്യത്തിൽ പൗലോസ് പറയുക, അതേ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരിച്ചു പോകുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം അതിനൊരു റീസൺ പറയുന്നത് കേട്ടോ. ഇങ്ങനൊരു നിരാശ ഞങ്ങളുടെ ഉള്ളിൽ വന്നു, മരണത്തെ മുഖാമുഖമായി ഞങ്ങൾ കണ്ടു. പക്ഷേ അതെന്തിനാ വന്നേ? അവിടെയാ വിഷയം. അദ്ദേഹം പറയുക, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനൊരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ആശ്രയം ഞങ്ങളിൽ നിന്ന് മാറ്റി മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ ഈ ഒരു വിഷയം വന്നെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വലിയ നിരാശ ഇപ്പോൾ ഉണ്ടായിരിക്കാം. വലിയൊരു ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെടുന്നൊരു അവസ്ഥയിലായിരിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നു, ആശ്രയം നിങ്ങളിൽ നിന്ന് മാറ്റി, നമ്മുടെ കഴിവിൽ നിന്ന് മാറ്റി മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിലായിരിക്കാനാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ താൻ പറയും, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. നോക്കിക്കേ, എല്ലാ പ്രതീക്ഷകളും അറ്റിരിക്കുമ്പോൾ, സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ, മുന്നിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ താൻ പറയുക, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കാരണം ഇപ്പോൾ തൻ്റെ ഉള്ളിൽ നിരാശ വന്നതിൻ്റെ കാര്യം മരണത്തെ മുഖാമുഖമായി കണ്ടു. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന സകല വെല്ലുവിളികളുടെ നടുവിലും പുതിയ വഴി ഒരുക്കാൻ, അത്ഭുതം ചെയ്യാൻ നാം ആരാധിക്കുന്ന ദൈവം പ്രാപ്തനാണ്. നീ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? ആശ്രയം നമ്മുടെ കഴിവിൽ നിന്നു മാറ്റി സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് മാറ്റാൻ ആരൊക്കെ ഇപ്പോൾ തയ്യാറാകുന്നു? ഞാൻ പറയാം, പൗലോസിൻ്റെ ജീവിതത്തിൽ മരണമായിരുന്നു വിഷയം. മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ താൻ പറയുക, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിങ്കൽ ഞങ്ങൾ ആശ്രയം വെക്കാൻ ആ വിഷയം ഇടയായി തീർന്നു. വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ പുതിയ വഴി തുറക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയം വെക്കാൻ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇടയായി തീരട്ടെ. സാധ്യതകളെല്ലാം മങ്ങുമ്പോൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയും. അത്രമാത്രം പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിപ്പാൻ, ആശ്രയിപ്പാൻ ഈ വിഷയം കാരണമായി തീരട്ടെ. അപ്പം നിരാശ ഉള്ളിൽ വന്നു. ജീവനോ ഇരിക്കുമോ എന്നുള്ളൊരു സംശയം അകത്ത് വന്നു. ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള പവർ അകത്തില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവദാസൻ പറയുക, ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ കാരണമായി തീർന്നു. അതേ പ്രിയരെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടുതലായി ദൈവത്തെ ആശ്രയിക്കാൻ കാരണമായി തീരട്ടെ. നിരാശ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിൽ വചനം നൽകുന്ന പ്രത്യാശ നമ്മെ നിലനിർത്തട്ടെ. 2 കൊരിന്ത്യർ 4:8 ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടരുത് കേട്ടോ. ഒരു ദൈവവേദനയുടെ ഉള്ളിൽ നിരാശ വരാൻ പാടില്ല. നിരാശ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ വാഴുന്നുണ്ടെങ്കിൽ മെസ്സേജ് കേൾക്കുമ്പോൾ ആത്മാവിൽ അതിനെ ശാസിക്കുക. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശ, കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ നിരാശ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല നിരാശകളും മാറിപ്പോകട്ടെ. വഴി തുറക്കത്തില്ലെന്ന് ഹൃദയത്തിൽ പറയുന്ന നിരാശകൾ
എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പിശാച് ഹൃദയത്തിനകത്ത് മന്ത്രിക്കുമ്പോൾ വചനം വെച്ച് നീ അതിനെ ജയിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. 27 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അതേ പ്രിയരെ, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലേ കഷ്ടമാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വലിയ കഷ്ടമാണ് കേട്ടോ. വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, വചനം കേൾക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിച്ചില്ല കഷ്ടമാണ്. ആമേൻ. വിശ്വസിക്കാം, വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അടുത്ത വാക്യം, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെടുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, നിൻ്റെ ഹൃദയം ഉറയ്ക്കണം. കാരണം നീ പ്രത്യാശ വെക്കുന്നത് ദൈവത്തിലാണ്. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. 119 സങ്കീർത്തനത്തിൻ്റെ 74 വാക്യം, തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിൻ്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. നമ്മുടെ പ്രത്യാശ എവിടെ? വചനത്തിനകത്താണ്. ഞാൻ പറയാം, ദൈവവചനത്തിനകത്ത് പ്രത്യാശ വെച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മാനുഷിക വാക്കുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിരാശ വരും. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ലഭിക്കും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക, ഈ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരാശയെ അകറ്റി പ്രത്യാശ തരിക. 1 രാജാക്കന്മാർ പുസ്തകം 19 അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് നിരാശപ്പെട്ടിരിക്കുക. എന്താ കാര്യം? 19-ന്റെ 2-ാം വാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെപ്പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഇസബേൽ പറയിച്ച വാക്ക് കേട്ട് ഏലിയാവ് നിരാശപ്പെട്ടിരിക്കുക. എന്നാൽ 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്നവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദുഷ്ടപിശാചിൻ്റെ സ്വാധീന ശക്തിയിൽ നിൽക്കുന്ന ഇസബേൽ പറയിച്ച വാക്ക് കേട്ടപ്പോൾ അഭിഷക്തൻ നിരാശപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പിശാച് നിരാശ കൊണ്ടുവരുമ്പോൾ ദൈവവചനം നൽകുന്ന പ്രത്യാശയിൽ നീ മുൻപോട്ട് പോവുക. വഴികൾ തുറക്കാൻ ദൈവം ശക്തനാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുമ്പോൾ കരുതലിൻ്റെ കരം നീട്ടാൻ ദൈവം ശക്തനാണ്. മകൻ അബ്രഹാമിനോട് ചോദിക്കുക, അപ്പോൾ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? എന്തിയെ? വഴി തുറന്ന എന്തിയെ? വാതിൽ തുറന്ന എന്തിയെ? ഒന്നും കാണുന്നില്ലല്ലോ. കർത്താവ് പ്രവർത്തിക്കുമെന്നല്ലേ ദൂത് കേട്ടത്, ദൈവപ്രവൃത്തി കാണുമെന്നല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. പക്ഷേ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ദൂത് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, പിശാച് നിരാശ കൊണ്ടുവരുമ്പോൾ പറയണം, ഞാൻ പ്രത്യാശ നിലനിൽക്കുന്ന ആളാണ്, വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയരെ, ഹൃദയത്തിൽ നിരാശ വരുമ്പോൾ ദൈവവചനം വായിക്കാൻ പലർക്കും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നാൽ വചനം നൽകുന്ന പ്രത്യാശ നിൽക്കുന്നൊരു ദൈവത്തിൽ ധൈര്യത്തോടെ നിലനിൽക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയത്തിൽ നിന്ന് നിരാശ മാറിപ്പോകട്ടെ. ദൈവവചനം നൽകുന്ന പ്രത്യാശയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുകയല്ല, നമ്മുടെ ഉള്ളിലുള്ള ആശ്രയം മുഴുവൻ പ്രവർത്തിക്കുന്ന ദൈവത്തിലായിരിക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളിൽ അല്ല
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാ നിരാശകളിൽ നിന്നും ഞങ്ങളെ അകറ്റി ദൈവവചനം നൽകുന്ന പ്രത്യാശയിൽ ഞങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ആശ്രയം മുഴുവൻ ദൈവത്തിലായിരിക്കാൻ എൻ്റെ ദിനത്തെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യാശയോടെ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു തന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു കാരണവശാലും നിരാശപ്പെട്ട് തളർന്നു പോകാൻ ഒരു വ്യക്തിയെപ്പോലും അങ്ങ് സമ്മതിപ്പിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അനുവദിക്കരുത് കർത്താവേ. പ്രത്യാശ നിലനിൽക്കാൻ നിൻ്റെ ജനത്തെ അവിടെ നിന്ന് സഹായിക്കും. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.